കൊയിലാണ്ടിയിലെ ഏറ്റവും അതിപ്രാചീനവും ഏറ്റവും പ്രശസ്ത ക്ഷേത്രമാണ് നമ്മുടെ മടക്കുളങ്ങര ക്ഷേത്രം. ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ്. അപ്പോൾ എത്രത്തോളം ദേശീയ ഉത്സവമാണ്, ലോകത്ത് പല ഭാഗങ്ങൾ, നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു വലിയൊരു ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മുടെ എഴുന്നള്ളത്ത്. അപ്പോൾ എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ആന തയ്യാറാകുന്ന സമയത്ത് അതിൻ്റെ നമ്പൂതിരിമാരൊക്കെ അതിൽ കയറാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതൊന്ന് അമ്പലം ചുറ്റിയ ശേഷമാണ് സാധാരണ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്കാണ് പോകാറുള്ളത്. അവിടുന്ന് എഴുന്നള്ളിപ്പും താലപ്പൊലിയൊക്കെ ആയിട്ട് അതിൻ്റെതായ ചടങ്ങിലാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിച്ചേരാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുങ്ങുന്ന സമയത്താണ് നമ്മുടെ ഈ രണ്ട് വരവുണ്ട്, രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വലിയ ആഘോഷപൂർവ്വമുള്ള വരവാണ്. അപ്പോൾ രണ്ടും ഏകദേശം ഒരു ടൈമിലാണ് നമ്മുടെ അമ്പലത്തിൽ എത്തിച്ചേരാറുള്ളത്. ഈ സമയത്ത് ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വരവ് ഇവിടെ എത്തുകയും അണയില ഭാഗങ്ങളിൽ നിന്ന് കാട്ടുവയിൽ നിന്ന് ഭാഗത്തു നിന്ന് വരുന്ന വരവ് തൊട്ടടുത്ത് എത്തുകയും അതേപോലെ തന്നെ അണയിൽ നിന്ന് വരുന്ന വരവ് തൊട്ടടുത്ത് എത്തിച്ചേരുന്ന സമയത്തായിരുന്നു സാധാരണ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു പടകം സാധാരണ പൊട്ടിക്കാറുണ്ട്. ഈ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പൊട്ടിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആന മറ്റാനയെ കുത്തുകയും രണ്ട് ആനകളും പിന്നീട് നമ്മൾ മൽപ്പിടുത്തമാണ് കാണുന്നത്. വളരെ അപ്പോഴേക്ക് തന്നെ ആന ഓടി എന്നുള്ള ഒരു ഭീതിജനകമായ വാർത്തകൾ നാട്ടിൽ ഇതാക്കിയ സമയത്ത് പിന്നെ ആന ഓടുന്നതാണ് എല്ലാവരും കാണുന്നത്. ഈ അമ്പലത്തിൻ്റെ മുൻഭാഗത്തേക്ക് അതോ കിഴക്ക് ഭാഗത്തേക്ക് ആന ഓടുകയും അതിൻ്റെ ഉള്ളിൽപ്പെട്ട് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കാര്യം ഈ വരവ് കാണാനും ഈ തിരിച്ചുള്ള എഴുന്നള്ളിപ്പിൻ്റെ ആ ഭാഗങ്ങളോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീജനങ്ങളാണ്, അഥവാ പ്രായമുള്ള സ്ത്രീജനങ്ങളാണ് സാധാരണ അമ്പലത്തിന് മുമ്പിൽ ഇരിക്കാറുള്ളത്. അപ്പോൾ അതിന് മുമ്പിൽ അങ്ങനെ വേറെ ആരും വന്ന് ഇരിക്കാറില്ല. അവർക്ക് കസരയിട്ടിട്ടും ആ തിണയിലൊക്കെയാണ് അവർ സാധാരണ ഇരിക്കാറുള്ളത്. അപ്പോൾ ഈ ആനയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവരിയ്ക്കുന്ന ആ ഭാഗങ്ങളിലാണ്. അപ്പോൾ ഏറ്റവും വേദനാജനകം ഉള്ളൊരു സംഭവമാണ് അത്. അപ്പോൾ അത് പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ ആനയുടെ ആ തിക്കും മൽപ്പിടുത്തത്തിൽ നമ്മുടെ ആ കെട്ടിടം ഒന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ വീഴുകയൊക്കെ ചെയ്തതാണ്. അതിൽ നിന്നൊക്കെയാണ് എടുത്ത് നമ്മൾ പുറത്തേക്ക് കടത്തിയത്. പല കാലിനും തലയ്ക്കും ഒക്കെയാണ് കാര്യമായിട്ട് പരിക്ക് പറ്റിയത്. പിന്നീട് നമ്മൾ ആംബുലൻസിൽ എല്ലാവരെയും വളരെ വേഗതയിൽ കൊയിലാണ്ടി എത്തിക്കുകയും അവിടുന്ന് അത്രയും അത്യാവശ്യ നിലയിലുള്ള രോഗികളെ നമ്മൾ അപകടം പറ്റിയവരെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വളരെ പ്രയാസമുള്ളൊരു അവസ്ഥയായിരുന്നു ഈ മണിക്കൂറുകളിൽ നമ്മളൊക്കെ കണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ നാട്ടുകാർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം പിന്നെ ബന്ധുജനങ്ങളൊക്കെ തന്നെ ആ പരിക്ക് പറ്റിയ കുറേ പേരല്ലാതെ ആരെയും മിസ്സിങ് ഒന്നുമില്ല. കുട്ടികളൊക്കെ തന്നെ എല്ലാവരും വീടുകളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത ഉള്ളതാണ് ഇപ്പോൾ ആശ്വാസമുള്ളത്. ഏതായാലും ഈ നാട്ടിലെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ആണിപ്പം പറയാനുള്ളത്.